എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും മറ്റെല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ സഹൃദയം സ്വാഗതം ചെയ്തു. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതാണ്. ആ വ്യക്തി സമൂഹ മാധ്യമങ്ങളിൽ കൂടി ദൈവവചനത്തിന് എതിരെ വളരെ ശക്തമായ ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. ആ പ്രചാരണത്തിന് എതിരെയുള്ള എൻ്റെ ഒരു പരാമർശമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ആ വ്യക്തി മറ്റാരുമല്ല, ക്രിസ്തു ജനറേഷൻ എന്നൊരു യൂട്യൂബ് ചാനലിൻ്റെ നടത്തിപ്പുകാരനായ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പ് എന്ന വ്യക്തിയെക്കുറിച്ചുള്ളതാണ് എൻ്റെ ഇന്നത്തെ പരാമർശം. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ 5 വർഷത്തോളമായി എനിക്കറിയാം. അദ്ദേഹം ഏറ്റവും പ്രശസ്തനായത് ഇസ്ലാമിക ഉപദേശങ്ങൾക്ക് എതിരെയുള്ള ഇസ്ലാമിക പ്രചാരണത്തിന് എതിരെയുള്ള ശക്തമായ സംവാദങ്ങളിൽ കൂടിയാണ് അദ്ദേഹം ശ്രദ്ധേയമായത്. ക്രിസ്ത്യാനികൾക്കിടയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടത് ആ ഒരു വീഡിയോയിൽ കൂടിയാണ്. പക്ഷേ അദ്ദേഹം ഇസ്ലാമിക വിമർശനം കൂടി പ്രശസ്തനാണെങ്കിലും അദ്ദേഹത്തിന് സ്വന്തം മതത്തിന്റെ വേദഗ്രന്ഥമായ ബൈബിളിനെ കുറിച്ച് ABCD അറിയില്ല എന്നുള്ളത് വ്യക്തമാണ്. അത് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ ചില വീഡിയോയിലേക്ക് കടന്നു ചെല്ലാം. ക്രിസ്തു എന്ന് പറയുന്നത് നമുക്ക് ഒറ്റ വാക്യത്തിൽ ഇപ്പൊ ക്രിസ്തു ദാവീദ് പുത്രനാണോ? അതെ. അല്ലെന്ന് പറഞ്ഞാൽ തെറ്റാ. പക്ഷെ ദാവീദ് പുത്രൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അത് അബദ്ധം. ദാവീദ് പുത്രനാണെന്ന് പറഞ്ഞാൽ ശരിയാ. പക്ഷെ ക്രിസ്തു ദാവീദ് പുത്രൻ മാത്രമാണെന്ന് പറഞ്ഞാൽ തെറ്റാ. ക്രിസ്തു മനുഷ്യപുത്രനല്ലേ? ആണ്. ക്രിസ്തു മനുഷ്യപുത്രൻ മാത്രമാണെന്ന് പറഞ്ഞാൽ തെറ്റാ. കാര്യം ക്രിസ്തു ദൈവപുത്രൻ കൂടാ. ഇനി ക്രിസ്തു ദൈവപുത്രൻ മാത്രമാ, മനുഷ്യപുത്രനല്ല, ദാവീദ് പുത്രനല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാര്യം ക്രിസ്തു എന്ന് പറയുന്നത് അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം സാധാരണ ഒരു ആദമ്യ മനുഷ്യനല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. അവൻ വചനം ജഡമായി തീർന്നവനാണ്. ദൈവം തന്നെ എടുത്തൊരു മാനിഫെസ്റ്റേഷൻ ആണ്. അപ്പോൾ വണ്ണസ് പെന്തക്കോസ്ത് എന്നറിയപ്പെടുന്ന വളരെ ദുരുപദേശം പ്രചരിപ്പിക്കുന്ന വളരെ അധികം ശക്തമായ ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കൾട്ട് ഗ്രൂപ്പായ വണ്ണസ് പെന്തക്കോസ്ത് എന്ന ഒരു സഭാ ഗ്രൂപ്പത്തിന്റെ ഒരു ഭാഗമാണ്. എറണാകുളം ജില്ലയിലെ ചെല്ലാനം എന്ന ദേശത്തെ ഒരു അന്തേവാസിയാണ്. ഈ ചെല്ലാനം എന്നുള്ള പ്രദേശത്തെ പറ്റി കൂടുതൽ പഠിക്കുവാനുള്ള ഒരു ശ്രമം നടത്തി. ഈ ചെല്ലാനം എന്നുള്ളത് എറണാകുളത്തെ ചെല്ലവനം എന്ന് പണ്ടറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു മഴ പെയ്താലോ ഒരു കടൽക്ഷോഭം ഉണ്ടായാലോ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന വളരെ മോശപ്പെട്ട ഒരു പ്രദേശമാണ്. ഇവിടെ പണ്ട് മീൻ പിടിക്കുന്ന അരയ വിഭാഗക്കാരും വയൽ കൃഷി ചെയ്യുന്ന പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ചെല്ലവനം എന്ന ചെല്ലാനം. ഇവിടെ മാറി മാറി വന്ന ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ വളരെയധികം അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയൊരു പ്രദേശമായിരുന്നു ചെല്ലാനം. ഈ ചെല്ലാന പ്രദേശത്ത് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളുമുണ്ട്. കത്തോലിക്ക, മർത്തോമ, യാക്കോബായ, പെന്തക്കോസ്, വണ്ണസ്, പെന്തക്കോസ്, ട്രിനിറ്റി, അങ്ങനെ എല്ലാ വിഭാഗങ്ങളും ആ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു രീതി നോക്കുമ്പോൾ ഒത്തിരി പേര് വിദ്യാസമ്പന്നരാണ്. എങ്കിലും ഇവരിൽ ഈ ബൈബിൾ ഒന്ന് അതെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കുവാനോ ഒന്ന് പഠിച്ചു നോക്കുവാനോ ആർക്കും താല്പര്യമില്ല. ഈ വിദേശികളായ ചില മതപ്രചാരകർ വന്ന് അടിച്ചേൽപ്പിച്ച ചില ദുരുപദേശ വിഷമാണ് ഇന്നും അവരുടെ തലയ്ക്കകത്തുള്ളത്. അത് ചിന്തിച്ചു നോക്കാൻ കഴിവില്ല. ഈ സെബാസ്റ്റ്യൻ പുന്നക്കലൊക്കെ നല്ല വിദ്യാഭ്യാസം നേടിയ ആളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് അയാളൊരു മീൻപിടുത്ത തൊഴിലാളിയായിരുന്നു. പിന്നെ അയർലൻഡിൽ ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് ജോലി കിട്ടി. അങ്ങനെ കടന്നുപോയി അവിടെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ ഖുറാന് എതിരെ വിമർശിക്കാൻ അദ്ദേഹം ഖുറാനെതിരെയുള്ള അനേകം പുസ്തകങ്ങൾ അദ്ദേഹം പഠിച്ചു. അതുകൊണ്ട് ആ പഠിച്ച വിവരങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടി ഇസ്ലാമികൾക്കെതിരെ അദ്ദേഹം ഉപയോഗിക്കുന്നു. അതേസമയം ഈ ഒരു താല്പര്യം സ്വന്തം വേദപുസ്തകമായ ബൈബിളിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുവാനോ പഠിക്കുവാനോ ഒന്ന് അവരെ സഭ പറയുന്ന വണ്ണസ് പെന്തക്കോസ്തുകാർ പറയുന്ന ദുരുപദേശ വിഡ്ഢിത്തരങ്ങൾ അത് ശരിയാണോ
അത് ഞാൻ പറയും, അവരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ അത് ശരിയാണോ പറയുന്നതെന്ന് പഠിച്ചു നോക്കുവാനുള്ള ഒരു സാമാന്യ ബോധം പോലും ഇദ്ദേഹത്തിനില്ല. ഞാൻ ഈ വീഡിയോ കൊണ്ട് പറഞ്ഞ അദ്ദേഹത്തെ വ്യക്തിപരമായി പരിഹസിക്കാനോ അദ്ദേഹത്തെ തരം താഴ്ത്തുവാനല്ല. അദ്ദേഹം പറയുന്ന വാക്കുകൾ, ദുരുപദേശ വാക്കുകൾ, അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ, ഈ സോഷ്യൽ മീഡിയ വഴി അത് ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വീഡിയോ. ആദ്യം അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ കടന്നുകയല്ല. അതേസമയം തന്നെ ക്രിസ്തുവിനെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ, റോമർ 9:5, ജഡപ്രകാരം ക്രിസ്തുവും യഹൂദന്മാരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. പിതാക്കന്മാർ അവർക്കുള്ളത്, പ്രവാചകന്മാർ അവർക്കുള്ളത്, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. എന്നാൽ അവൻ എന്നേക്കും എല്ലാറ്റിനുമിത ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. യേശു ക്രിസ്തു ദൈവപുത്രൻ മാത്രമല്ല, അവൻ യഥാർത്ഥ ജഡപ്രകാരം അവൻ മനുഷ്യപുത്രനാണ്, ദൈവപുത്രനാണ്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ അവൻ യഥാർത്ഥത്തിൽ ആരാ? ആ സൃഷ്ടാവും പിതാവുമായി ഏകദൈവം തന്നെയാണ് ഈ പുത്രനായിട്ട് നമ്മുടെ മുന്നിൽ ആയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ യേശു എന്നേക്കുമുള്ള ഒരു ദൈവമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം, വേദപുസ്തകം പരിശോധിച്ച് നോക്കാം. അതിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കാം. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഫോഷ്കല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് റോമർ സഭയ്ക്ക് വേണ്ടി എഴുതിയത്. ഇത് എഴുതുവാനുള്ള കാരണം എന്നുള്ളത്, റോമറിലെ സഭയിലെ എല്ലാ ആൾക്കാരും ഈ ജാതീയ ആൾക്കാരാണ്. അവരെ ഇസ്രായേൽ ജനത്തിൽപ്പെട്ട ആൾക്കാരല്ല, അവർ പരിച്ഛേദന ഏറ്റ ജനമല്ല റോമർ സഭയിലുള്ളത്. അപ്പോൾ അവിടെ ഒരു തർക്കങ്ങളുണ്ടായി. ഇസ്രായേൽ ജനമാണ് യഥാർത്ഥ ദൈവജനം, അല്ലാതെ ജാതികളായവരാരും ദൈവത്തിന്റെ ജനമല്ല. ക്രിസ്തുവിനെ അനുഗമിച്ചാലും അവരാരും ദൈവത്തിന്റെ ജനമാകില്ല എന്നൊരു അവർക്കൊരു കുറവ്, ഒരു ആക്ഷേപം റോമർ സഭയിലെ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം മാറ്റിയെടുക്കുവാൻ വേണ്ടി പൗലോസ് എഴുതിയ ലേഖനമാണ് 5-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായും പറയുന്നത്. അതിലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഫോഷ്കല്ല എന്നാണ്. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തു കൽപ്പിച്ച പ്രകാരം ഞാൻ പറയുന്നു എന്നാണ് അതിനർത്ഥം. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവും ഉണ്ട് എന്ന് എൻ്റെ മനസ്സാക്ഷി എനിക്ക് ഈ പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ റോമർ സഭയിലെ ജനം, ഈ വിശ്വാസികൾ, അവിടുത്തെ ദൈവമക്കൾ വളരെയധികം മാനസികമായി വിഷമിക്കുന്നു. അവർ ദൈവമക്കളാണോ അല്ലയോ എന്നൊരു സംശയം അവർക്കുണ്ട്. ആ ഒരു വിഷമം കേട്ടപ്പോൾ പൗലോസ് ഹൃദയവേദനയോടെ എഴുതുന്ന ഭാഗമാണ്. അടുത്ത 3-ാമത് പറയുന്നു, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. പൗലോസ് ബെന്യാമീൻ ഗോത്രക്കാരനാണെന്നാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്നും വായിക്കാൻ കഴിയുന്നത്. ബെന്യാമീൻ ഗോത്രവും ഇസ്രായേൽ പൗരത്വമുള്ളതാണ്. എങ്കിലാണ് പറഞ്ഞത്, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവാൻ എനിക്ക് ആഗ്രഹിക്കാമായിരുന്നു. മറ്റു ഇവരെ ഇസ്രായേലിലെ 12 ഗോത്രക്കാരെ പോലെ യേശുവിനെ അംഗീകരിക്കാതെ എനിക്കും ശാപഗ്രസ്തനായി ജീവിക്കാമായിരുന്നു. എങ്കിലും ഞാൻ അത് മാറ്റി ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തു പറഞ്ഞു തന്ന വചനങ്ങൾ മനസ്സിലാക്കി, ദൈവത്തെ മനസ്സിലാക്കി ഞാൻ ശാപഗ്രസ്തനാവാൻ ആഗ്രഹിച്ചില്ല. കാരണം അവിടെ പറയുന്നത്, അവർ ഇസ്രായേല് പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ എന്നാണ് പറഞ്ഞത്. ഇസ്രായേൽ മക്കളിലെ 12 ഗോത്രക്കാർക്ക് അവകാശപ്പെട്ടതാണ്. അവർ ഇസ്രായേലർ. പുത്രത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള സ്ഥാനം അവർക്കാണ്. തേജസ്, അഭിഷേകം അവർക്കുള്ളതാണ്. നിയമങ്ങളും ന്യായപ്രമാണം അനുസരിക്കുവാൻ ബാധ്യസ്ഥരായവർ, ന്യായപ്രമാണവും ആരാധന, ദൈവത്തെ സേവിക്കുന്ന കാര്യം, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന കാര്യം, വാഗ്ദത്തങ്ങൾ, ദൈവം അവർക്ക് കൊടുക്കാം എന്ന് പറയുന്ന വാഗ്ദത്തങ്ങൾ അവർക്കുള്ളവയാണ്. തൊട്ടടുത്ത് 5-ാം അധ്യായത്തിൽ പറഞ്ഞാണ് സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ അവകാശവാദം. അതൊന്ന് ശ്രദ്ധിച്ചു വായിക്കണം. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. അതായത് പിതാക്കന്മാർ,
അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഇവരെ ഈ പിതാക്കന്മാരെല്ലാം അവർക്ക് മാത്രം അവകാശപ്പെട്ടുള്ളതാണ്. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ജനിച്ചത് ഇസ്രായേൽ ജനത്തിലെ യഹൂദാ ഗോത്രത്തിലാണ് ക്രിസ്തു ജനിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്നാണ് അവിടെ പറയുന്നത്. അത് അവൻ എന്നുള്ളത് യേശുവിനെ കുറിച്ചല്ല പറയുന്നത്. ദൈവം, അവരുടെ ദൈവം, ഇസ്രായേൽ മക്കളുടെ ദൈവവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്നാണ്. ഇവിടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ പറയുന്നത് അത് ക്രിസ്തുവിനെയാണ് അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ട ദൈവമെന്ന്. അത് അങ്ങനെ അപ്പോസ്തലൻ പൗലോസ് ഒരിക്കലും എഴുതൂല. അപ്പോസ്തലൻ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ക്രിസ്തുവിൽ, ഒന്നാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ ക്രിസ്തുവിൽ സത്യം പറയുന്നവനും ആണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിനെ പറ്റി അങ്ങനെ ഒരിക്കലും എഴുതൂല. അപ്പോസ്തലനായ പൗലോസ് ഈ റോമർക്ക് ലേഖനം എഴുതിയത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെയാണ്. അത് മാത്രമല്ല, അവിടെ ആ 9-ാമത്തെ വാക്യത്തിൽ ആദ്യം തന്നെ പറയുന്നു, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഫോഷ്കല്ല. ഇത് ക്രിസ്തു എന്നേക്കുമുള്ള ദൈവമാണെന്ന് പൗലോസ് പറയുകയാണെങ്കിൽ അത് ശുദ്ധ ഫോഷ്കാണ്. കാരണം അതിനു മുമ്പുള്ള വാക്യമാണ് 8-ാമത്തെ അധ്യായത്തിൽ. അതിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു ആരാണെന്നും ദൈവത്തിന്റെ മക്കൾക്ക് ക്രിസ്തു ആരാണെന്നും വളരെ ഈസിയായി മനസ്സിലാക്കാൻ കഴിയും. അതും പൗലോസ് തന്നെയാണ് എഴുതിയത്. പൗലോസ് സ്വഭാവത്തോടെ ഇല്ലാതെയുമല്ല റോമർക്ക് ലേഖനം എഴുതിയത്. ദൈവത്തിന്റെ ഒരേ ആത്മാവിനാൽ, ദൈവത്തിന്റെ അഭിഷേകത്താൽ ക്രിസ്തുവിൽ സത്യം പറയുന്ന ഫോഷ്കല്ല അവിടെ പറഞ്ഞത്. 9-ാം അധ്യായത്തിൽ മാത്രമല്ല 8-ാം അധ്യായത്തിലും അപ്പോസ്തലനായ പൗലോസ് ഫോഷ്കല്ല സംസാരിച്ചത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. 8-16 വായിച്ചു നോക്കാം. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു എങ്കിൽ ആ ദൈവത്തിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും കൂടെ ചേർന്ന് ഒരുമിച്ചാ പറയുന്നത്, നീ ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രനാണ്, നീ ദൈവത്തിന്റെ പുത്രിയാണ്. അങ്ങനെ പറയുന്ന ആത്മാവ് തൊട്ടടുത്ത് പറയുന്നതാണ് 17-ാമത്തെ വാക്യം, നാം മക്കൾ എങ്കിലോ അവകാശികളും ആകുന്നു. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന നമ്മൾ അവകാശികളാണ്. ആരായാലും, ഇസ്രായേൽ പൗരനായാലും ഇസ്രായേൽ പൗരൻ അല്ലാത്തവരായാലും നമ്മൾ ക്രിസ്തുവിൽ എല്ലാവരും തുല്യരാണ്. ക്രിസ്തുവിന്റെ വചനം അനുസരിക്കുന്നവരിൽ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. അവിടെ ഇസ്രായേൽ ജനമെന്നോ ജാതികളെന്നോ ഇന്ത്യക്കാരെന്നോ പാകിസ്ഥാനികളെന്നോ ശ്രീലങ്കക്കാരെന്നോ ഒന്നുമില്ല. എല്ലാവർക്കും തുല്യ പൗരത്വമാണ്. ദൈവത്തിന്റെ മക്കൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ തന്നെ. അവിടെ പഴയ നിയമത്തിലോട്ടല്ല. പഴയ നിയമവും ന്യായപ്രമാണവും സ്നാപക യോഹന്നാന്റെ കാലഘട്ടം വരെയാണ്. അതിനുശേഷമുള്ള കാലഘട്ടം പുതിയ നിയമത്തിന്റെ കാലഘട്ടമാണ്. ആ പുതിയ നിയമത്തിന്റെ ഇടയനാണ്, നല്ല ഇടയനാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു പറഞ്ഞ വചനങ്ങൾ അനുസരിക്കുന്നവർ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്നവരെയാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞത്. യേശു ക്രിസ്തു എന്നതോ ദൈവം അയച്ച ഒരു അപ്പോസ്തലനാണ്. തന്റെ പുതിയ നിയമം താൻ ലോകത്തിൽ അറിയിക്കുവാൻ ദൈവം അയച്ച ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ് യേശു. അതിനപ്പുറം ഒന്നുമില്ല. 17-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. നാം മക്കളെങ്കിലോ അവകാശികളും ആകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ എന്നാണ്. ക്രിസ്തുവിന് ഉള്ള അതേ അവകാശം തന്നെയാണ് നമുക്കുമുള്ളത്. കൂട്ടവകാശമാണ്. ക്രിസ്തു ദൈവത്തിന്റെ പുത്രനെങ്കിൽ നീ ഒരു പുരുഷനാണെങ്കിൽ നീ ദൈവത്തിന്റെ പുത്രനാണ്. നീ ഒരു സ്ത്രീ ആണെങ്കിൽ നീ ദൈവത്തിന്റെ പുത്രിയാണ്. ക്രിസ്തുവിനുള്ള തുല്യ അവകാശം തന്നെയാണ് ഒരു പുത്രനും പുത്രിക്കും ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ക്രിസ്തു എന്നുള്ളത് നമുക്കുള്ള സഹോദരനാണ്. ക്രിസ്തു എല്ലാ ദൈവമക്കൾക്കും ഒരു സഹോദരനാണ്, ഗുരുനാഥനാണ്, നമ്മുടെയൊക്കെ രാജാവാണ്, നമ്മളെയൊക്കെ നയിക്കുന്നവനാണ്, നമ്മുടെ കർത്താവാണ്, നമുക്ക് വേണ്ടി പക്ഷപാതം പറയുന്നവനാണ്. നമ്മുടെ എല്ലാം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഒരേ ഒരു മധ്യസ്ഥൻ, ഏക മധ്യസ്ഥനാണ് ക്രിസ്തു. അതിനപ്പുറം
ക്രിസ്തുവിന് ഒരു സ്ഥാനമില്ല. ദൈവം എന്നുള്ളത് ഏകൻ മാത്രമാണ്, ഒരാൾ മാത്രമേ ദൈവമുള്ളൂ. അടുത്ത പറയുന്നു, ക്രിസ്തുവിനോട് കൂട്ട അവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അവൻ അനുഭവിച്ചാൽ അത്രേ എന്നാണ്. അപ്പൊ നമ്മളും യേശു ക്രിസ്തുവിനെ പോലെ ആയി തീരണമെങ്കിൽ നമ്മളും അവരെ പോലെ കഷ്ടം അനുഭവിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് 9-ാമത്തെ അധ്യായത്തിൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞ ഭൂലോക വിഡ്ഢിത്തരം 5-ാമത്തെ വാക്യത്തിൽ പറയുന്ന അവൻ എന്നേക്കും ദൈവമാണെന്ന്. ഇതെന്ത് വിവരക്കേടാ സെബാസ്റ്റ്യ? എല്ലാ ദൈവമക്കളും ക്രിസ്തുവിനോട് തുല്യമാണെന്ന്, നമുക്കൊരു കൂട്ട് സഹോദരനാണ് ക്രിസ്തുവെന്നും പൗലോസ് പറയുന്നു. തുടർന്ന് 9-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുമോ യേശു ദൈവമെന്ന്, എന്നേക്കുമുള്ള ദൈവമാണെന്ന്. അവിടെ എന്നേക്കുമുള്ള ദൈവം എന്നല്ല, ക്രിസ്തുവിനെ പറ്റിയല്ല പറഞ്ഞത്, ഇസ്രായേൽ ജനത്തിന്റെ ദൈവം, എന്നേക്കുമുള്ള ദൈവം എന്നാണ് പറഞ്ഞത്. അല്ലാതെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു നിരൂപണമല്ല പൗലോസ് പറഞ്ഞത്. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സബ്സ്ക്രൈബ് കൊണ്ട് മാത്രമേ ഈ ദൈവവചനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ദുരുപദേശങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് എൻ്റെ ഈ ചാനൽ. ഇത് ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്യുവാനോ പരിഹസിക്കുവാനോ ഏതെങ്കിലും സഭയെ ഇടിച്ചു താഴ്ത്തുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സഭയെ ഉയർത്തി കാണിക്കുവാനോ ഉള്ളതല്ല എൻ്റെ ഈ ചാനൽ. ദൈവം എനിക്ക് തരുന്ന അറിവ് ഞാൻ നിങ്ങൾക്ക് തരും, അത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ബൈ.